ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻസും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ കുറച്ച് ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒരുപാടുണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഏത് ലിപ്സ്റ്റിക്ക് എടുക്കാമെന്ന് വെച്ചാൽ ഈ ലിപ്സ്റ്റിക്ക് എടുക്കാം. ഇത് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കുറേ കണ്ടിട്ടുണ്ടാവും. ഏതാണ് ഈ ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റൺ ദ വേൾഡ് ആണ് കേട്ടോ, റൺ ദ വേൾഡ്. ഓക്കെ, ഞാനതപ്പോൾ ഇട്ട് കാണിച്ച് തരാം. ഇതാണ് ഷെയ്ഡ്. എൻ്റെ കയ്യിൽ കുറേ കുരുവൊക്കെ ഉണ്ട്. ഒന്നുമല്ല, നല്ല രീതിക്ക് കൊതു കടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട്. ബ്രൗൺ ലിപ്സ്റ്റിക് ലവേഴ്സ് ആണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതാണ് ഷെയ്ഡ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫിൽറ്റർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഫിൽറ്റർ ഒന്നും ആഡ് ചെയ്യാത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പോയിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് വരാം കേട്ടോ, എന്നിട്ട് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞാൻ പോയിട്ട് ലിപ്സ്റ്റിക് ഇട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. ഈ ഒരു ബ്രൗണിഷ് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇതിടുന്ന ടൈമിൽ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതിടുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആവും നമ്മുടെ ഫേസ്. എനിക്ക് ലിപ്സ്റ്റിക്കിലൊക്കെ ഞാൻ ചൂസ് ചെയ്യാറുള്ളത് ഒരു ലിപ്സ്റ്റിക് കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആവുന്നുണ്ടോ നോക്കും. ഡള്ളാണെന്ന് വെച്ചാൽ ഞാൻ ആ ലിപ്സ്റ്റിക്ക് എടുക്കാറില്ല കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര എൻ്റെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കണ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻസൈറ്റിൻ്റെ ലിപ് സെറം. അടുത്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് എന്നെക്കാളും യൂസ് ചെയ്യുന്നത് എൻ്റെ സിസ്റ്ററാണ്. ഇതെന്താ അറിയോ, സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. നല്ലൊരു ഷെയ്ഡല്ലേ. ഞാൻ ഇതൊരു റീൽസിൽ കണ്ടിട്ട് പോയിട്ട് വാങ്ങിച്ചതാണ്. വാങ്ങിച്ചു കഴിഞ്ഞ് ട്വിസ്റ്റ് എന്തായിരുന്നു വെച്ചാൽ എൻ്റെ സ്കിൻ ടോണിന് ഇത് ചേരാത്ത പോലെ എനിക്ക് തോന്നി. ഞാൻ അധികം ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഒന്നും ചൂസ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. പക്ഷേ ഇതെൻ്റെ അനിയത്തിക്ക് അടിപൊളിയായിട്ട് വർക്കായി. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സ്കിൻ ടോണിൽ അധികം എനിക്ക് ഓക്കെ ആവാത്ത പോലെയാണ് തോന്നുന്നത്. ലെറ്റ്സ് സി. അങ്ങനെ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടു കേട്ടോ. അപ്പോൾ ഇട്ടപ്പോൾ ഉള്ള അവസ്ഥ ഇപ്പോൾ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലടാ, ഇതെനിക്ക് തീരെ ചേരാത്തൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഷെയ്ഡ് പോയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സ്റ്റുഡിയോന്നാണ് കേട്ടോ വാങ്ങിച്ചത്. സാറ്റിൻ വിക്കഡ് B3 എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ, എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്. 100 രൂപ അതിൻ്റെ ഉള്ളിലേ വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇതെല്ലാവർക്കും അറിയായിരിക്കും, കാരണം ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലാക്മിയുടെ റോസ് വുഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട്, കാരണം കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആയിട്ട് ഇത് കാണും കേട്ടോ. അപ്പോൾ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഷെയ്ഡ് വന്നിട്ട് കേട്ടോ. ഇതാണ് ഷെയ്ഡ്. ഇതൊന്ന് ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ടെക്സ്ചറൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് നിൽക്കും. ലോങ് ലാസ്റ്റിംഗ് ആണ്. അടിപൊളിയായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഇതെന്തായാലും ഇട്ട് കാണിച്ചു തരാം. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ലിപ്പ് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ലിപ്പല്ല, എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. ഇതാണ് കേട്ടോ. അപ്പോൾ ഷെയ്ഡ് വന്നിട്ട് നല്ല രസമില്ല, എനിക്ക് അടിപൊളിയാണ്. നിങ്ങൾക്കിപ്പോൾ എന്നെ പോലെയുള്ള സ്കിൻ ടോൺ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. കാരണം എൻ്റെ സ്കിൻ ടോണിന് ചേരുന്നുണ്ട്. എല്ലാ ലിപ്സ്റ്റിക്കും എൻ്റെ സ്കിൻ ടോണിന് ചേരാറില്ല കേട്ടോ. ഇതുപോലത്തെ കളേഴ്സൊക്കെയാണ്. ബ്രൗൺ എനിക്ക് ചേരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റെഡിഷ് ബ്രൗൺ ഷെയ്ഡ് പോലെയാണ് കേട്ടോ ഇത് വരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഷെയ്ഡ് ഇത് കുറച്ചൊന്ന് റെഡാണ്, എന്നാൽ ഒരു ബ്രൗണിഷ് കളർ വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കിത് കണ്ടോ ഭയങ്കര ബ്രൈറ്റ് ആക്കും കേട്ടോ ഫേസ്. ഫുഡ് കഴിക്കുക, എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഒന്നും ഫുഡ് കഴിക്കുമ്പോൾ അധികം പോവാറില്ല. അതുപോലെ ഒരു ലിപ്സ്റ്റിക് ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അടുത്ത ലിപ്സ്റ്റിക്കിലോട്ട് ചാടിയിരിക്കുകയാണ്. ഏതാന്ന് വെച്ചാൽ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. കോഴിൻ്റെയും കാക്കൻ്റെയും കുരുവിൻ്റെയും ഒക്കെ സൗണ്ട് കേൾക്കും, അതൊന്നും മൈൻഡ് ആക്കരുത്. അപ്പോൾ നമുക്ക് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് നോക്കാം.
ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. ഷെയ്ഡ് ഞാൻ പറഞ്ഞുതരാം, DL-C029 ആണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട്. എനിക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. എല്ലാവരും പറയും ലാക്മിയുടെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ലിപ്പ് ഡാർക്ക് ആക്കും എന്നൊക്കെ പറയും. ലാക്മിയുടെ ലിപ്സ്റ്റിക്ക് അയ്യോ സോറി, ലാക്മി അല്ല കേട്ടോ, ഡാസ്ലർ. കഴിഞ്ഞത് ലാക്മി ആയിരുന്നല്ലോ, അപ്പം അതിൻ്റെ പേര് എൻ്റെ നാവിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഡാസ്ലറാണ്. ഡാസ്ലറിൻ്റെ ഷെയ്ഡ് വന്നിട്ട് DL-C029 ആണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട്. കൊഴിഞ്ഞ് പിടിച്ച് ഞാൻ റോസ്റ്റ് ആക്കും. അപ്പോൾ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഷെയ്ഡ് വന്നിട്ട്, അടിപൊളി ഷെയ്ഡാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് വാണി ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണിത്. ഇതിട്ടെന്ന് വെച്ചാൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ലിപ്പ് ഡാർക്ക് ആക്കുന്നുണ്ടെന്ന്. ഇതല്ല കേട്ടോ, ഏത് ലിപ്സ്റ്റിക്ക് ഇട്ടാലും നമ്മുടെ ലിപ്പ് ഡാർക്ക് ആക്കും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ലിപ്പ് ഷെയ്ഡാണ്. ഞാൻ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ബ്രൈറ്റ് ആക്കും ഫേസിന് വന്നിട്ട് കേട്ടോ. ഒരു റെഡിഷ് ഷെയ്ഡാണ് വരുന്നത്. കണ്ടോ നിങ്ങളിത് കണ്ടോ? ഫേസ് ഭയങ്കര ബ്രൈറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരൊറ്റ ലിപ്സ്റ്റിക്ക് മതി. നമ്മൾ സ്കിൻ കെയർ മാത്രം ചെയ്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പം ഞാൻ പിന്നെയും പറയണത് എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് നിങ്ങൾ മൈൻഡ് ആക്കരുത്. നമ്മൾക്ക് എന്താണ് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ എടുക്കണോ അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ വെറുതെ കേട്ടോ. ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഉണ്ട്, ഭയങ്കര വൈറലായിക്കൊണ്ടിരുന്ന ഒരു ലിപ്സ്റ്റിക്ക്. DL-C025 ആണ് അതിൻ്റെ ഷെയ്ഡ് എന്ന് തോന്നുന്നു. അത് ഞാൻ ഇട്ട ടൈമിൽ എൻ്റെ ഫേസിൽ എനിക്ക് ബ്രൈറ്റ്നെസ്സോ ഇത്രയധികം എന്താ പറയുക എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഓരോ സ്കിൻ ടോണിനനുസരിച്ചിട്ട് ലിപ്സ്റ്റിക്ക് മാറിക്കൊണ്ടിരിക്കും. എനിക്ക് സ്വീറ്റ് ആയത് ഇല്ല, എനിക്ക് എൻ്റെ ഫേസിന് അടിപൊളിയായിട്ട് വർക്ക് ആയത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ഡാസ്ലറിൻ്റെ. അപ്പോൾ അടുത്ത ലിപ്സ്റ്റിക്ക് നോക്കിയാലോ? അടുത്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട് ലിപ്സ്റ്റിക്ക് അല്ല, ഇതൊരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. മാർസിൻ്റെ തന്നെ ഒരു കോക്കോ ഡ്രിപ്പ് 06 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, ലിപ് ഗ്ലോസ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഈ ഒരു ലിപ് ഗ്ലോസ് തന്നെ ലിപ്പിലിട്ടാൽ മതി. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ലിപ് ഗ്ലോസ് ഇടുക പറയുന്നില്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് മാത്രം ഇട്ടാൽ മതി. ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഒരു ബ്രൗണിഷ് ആണ് കേട്ടോ, ഒരു ബ്രൗൺ കളറാണ്. ഇതപ്പോൾ ഇട്ടിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നല്ലത്. എനിക്ക് ഭയങ്കര ലിപ്പൊക്കെ ഭയങ്കര പ്ലംബി ആയിട്ട് നിൽക്കണം അതുപോലെ തോന്നിയിട്ടുണ്ട്. ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കിൻ്റെ ഒപ്പം മാത്രമാണ് ഇത് കറക്റ്റായിട്ട് പോകണുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാർസിൻ്റെ കുറച്ച് ലിപ്സ്റ്റിക്കാണ് എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ലിപ് ഗ്ലോസിൻ്റെ ഒരു ഗ്ലോ കേട്ടോ. ഈ ഒരു ലിപ് ഗ്ലോസ് കറക്റ്റായിട്ട് നമുക്ക് ബ്രൗൺ ലിപ്സ്റ്റിക്കിനൊപ്പം മാത്രമാണ് ഒരു ഗ്ലോ തരുന്നുള്ളൂ. വേറെ ഒരു റെഡാണ്, പിങ്കാണ്, ന്യൂഡ് ഷെയ്ഡ് ഒക്കെ വരുന്ന ലിപ്സ്റ്റിക്കിന് ഇടുന്ന ടൈമിൽ ഇതിലധികം എനിക്കൊരു ഗ്ലോ തരാത്ത പോലെയും എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. പക്ഷെ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ലിപ് ഗ്ലോസ് മസ്റ്റായി വാങ്ങണം. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. എനിക്ക് ഓക്കെ ആണിത്. കണ്ടോ, ഒരു ഗ്ലോ തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ലിപ് ഗ്ലോസ് മാത്രം ഇട്ടത് കൊണ്ട് അധികം ഒരു ഇഷ്ടം തോന്നില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഇടാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഭയങ്കര ഗ്ലോ, നേരിൽ കാണാൻ അടിപൊളിയാണ് കേട്ടോ. നേരിൽ കാണാൻ ഭയങ്കര ഒരു ഗ്ലോ തരുന്നുണ്ട്. അടുത്ത ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും, ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണെന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചതാണ്. മെബിലിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ ന്യൂഡ് നോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് വാങ്ങിക്കുമ്പോൾ വിചാരിച്ചു ചേരില്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് ചേരില്ല എന്നുള്ളത് മനസ്സിലായിട്ടോ. അപ്പം ഞാൻ ചെയ്തൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇടുന്ന ടൈമിൽ അധികം ഒരു സുഖം എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ച് ഡാർക്ക് ആവണം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ന്യൂഡ് ഷെയ്ഡിൽ നമുക്കൊരു ലിപ് ക്രയോണും വെച്ചിട്ട്
ഇത് ഇട്ട് നോക്കാം. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അത് അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര നമ്മുടെ ലിപ്പൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുള്ളായി നിൽക്കുന്നുണ്ട്. ഞാനപ്പോൾ അത് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആ ലിപ് ക്രയോൺ വന്നിട്ട് ഇത് രണ്ടും കൂടിയാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്ത് കാണിച്ചു തരാൻ പോണത്. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ലിപ് ക്രയോൺ ആണ് കേട്ടോ. ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചെറി ബ്രൗൺ 06 ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ബ്രൗണിഷ് ഇല്ലെങ്കിൽ ബ്രൗൺ കളർ ലിപ് ലൈനർ ഉണ്ടെന്ന് വെച്ചാൽ അതും ഇതും കൂടെ അടിപൊളിയായിട്ട് വർക്ക് ആവും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് എടുത്തല്ലോ മാറ്റിൻ്റെ ഒരു ലിപ്പ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്ക് ഇട്ടല്ലോ, അത് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇടുക. എന്നിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഒന്ന് കൊളാബ് ചെയ്തെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് നിങ്ങൾക്ക് കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം അതുപോലെയാണ് ആ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്കും ഇതും കൂടെ ചെയ്യുന്ന ടൈമിൽ ഇതുണ്ടല്ലോ കുറച്ച് ഷാർപ്പ് ചെയ്യണം. ഒന്ന് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും. എൻ്റെ കുഞ്ഞ് ലിപ്സാണ്, അപ്പം എനിക്ക് കുറച്ച് വലിയ ലിപ്സ് വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ഷെയ്ഡ് വരുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ ഒരു ഷെയ്ഡ് കറക്റ്റ് ആവണമെന്നില്ല. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടണം മീൻസ് ചില ആൾക്കാരുണ്ടാവുമല്ലോ, എന്താണ് ലിപ്സ്റ്റിക്ക് ഇട്ടാലും ഇടാത്ത പോലെ തോന്നണം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയുള്ളവർക്ക് പറ്റിയ ലിപ്സ്റ്റിക്കാണ് ഇതെന്ന് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടുണ്ട്. ഞാൻ ലിപ്പിലിട്ടത് കൂടെ അറിയണില്ല. അതാണ്ടോ അധികം ഭയങ്കര ഫേസ് ഒന്നും ബ്രൈറ്റ് ആക്കുമോ ചോദിച്ചാൽ കുഴപ്പമില്ല. ഒരു ചെറിയൊരു പിങ്ക് ഫേസ് പോലെ തോന്നിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങൾ വാങ്ങിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം ഇതുപോലെ ഒരു എന്താണ് ലിപ് ക്രയോൺ വാങ്ങിക്കണത് ലിപ് ലൈനർ വാങ്ങിക്കണതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം കണ്ടോ നന്നായിട്ടില്ല ഷെയ്ഡ് വന്നിട്ട്. എനിക്ക് എന്താ പറയുക, എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡിനെക്കാട്ടും കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം കേട്ടോ. അപ്പം ഇതാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒറിജിനൽ ഷെയ്ഡ് വന്നിട്ട് കേട്ടോ. അപ്പോൾ വേറെ ലിപ്സ്റ്റിക്കിലോട്ട് ചാടിയാലോ? അടുത്ത ലിപ്സ്റ്റിക്ക് കേട്ടോ, ലാസ്റ്റ് ലിപ്സ്റ്റിക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ ഈ കാണിച്ചു തന്ന ലിപ്സ്റ്റിക്കിനേക്കാളും എൻ്റെ ഒരു ഫേവറേറ്റ് വൺ ഏതാ ചോദിച്ചു എന്ന് വെച്ചാൽ ഈ ഒരു ലിപ്സ്റ്റിക്കായിരിക്കും. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് തീരാറായി, യൂസ് ചെയ്ത് തീരാറായിട്ടോ. തീരാറായി എന്നല്ല, തീർന്നു കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ ഷെയ്ഡൊക്കെ ലാസ്റ്റ് പറയാം കേട്ടോ. ഇത് തീരാറായി, ഞാൻ പറഞ്ഞല്ലോ. ഇനി ഒന്നുകൂടെ ഒരു ബോട്ടിൽ കൂടെ ഇത് വാങ്ങിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ ഇവിടെ ഇട്ട് കാണിച്ചു തരാം. അടിപൊളി ഷെയ്ഡ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഫേസ് അടിപൊളിയായിട്ട് ബ്രൈറ്റ് ആക്കാൻ നമുക്ക് അഫോർഡബിൾ ആണ്. ഞാൻ ഈ കാണിച്ചെന്ന ലിപ്സ്റ്റിക്കൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. ഒരു 300-ൽ താഴെ ഉള്ള ലിപ്സ്റ്റിക്കുകളാണ് ഞാൻ കാണിച്ച് തന്നിട്ടുള്ളത്. ഈ കാണിച്ചെന്ന ഏകദേശം ലിപ്സ്റ്റിക്കൊക്കെ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കും കേട്ടോ. എനിക്ക് എല്ലാ സൗണ്ടും കൂടെ ആകുമ്പോഴേ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട്. കാക്കൻ്റെ സൗണ്ട്, വണ്ടിൻ്റെ സൗണ്ട്, എന്നാലും നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. എനിക്ക് വയ്യ. കാക്ക ഞാൻ ലിപ്സ്റ്റിക്കും കൊണ്ട് എറിഞ്ഞല്ലോ, ലിപ്സ്റ്റിക്ക് പോകുമെന്നുള്ളൊരു പേടിയിൽ ഞാൻ എറിയില്ല. അപ്പം ഇതാണ് ആ ഒരു ഷെയ്ഡ് വന്നിട്ട് കേട്ടോ. ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം. അടിപൊളി എന്ന് പറഞ്ഞു വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. നിങ്ങൾ ഈ കാണിച്ചെന്ന ലിപ്സ്റ്റിക്ക് ഏത് വാങ്ങിയില്ലെങ്കിലും ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി ലിപ്സ്റ്റിക്കാണ്, ഫേസ് ബ്രൈറ്റ് ആക്കാൻ കിഡുവാണ്. അങ്ങനെ ഇതാ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല, പക്ഷെ എനിക്കിത് അടിപൊളിയാണ് കേട്ടോ. ഇത് മാർസിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ തോണ്ടി കഴിയാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. കഴിയാറായൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ചോറസ് ഗേൾ എന്നാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഗേൾസ് എന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കേണ്ടതാണ്. ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കണം. അധികം മേക്കപ്പ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. ഞാൻ ഒന്നും മിണ്ടാതിരുന്നിട്ട് കാണിച്ചു തരാം, വായ അടച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ ലിപ്സ്റ്റിക് കളക്ഷൻസ് വീഡിയോസ് വേണമെങ്കിൽ പറയണ്ടല്ലോ, കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ലവ് യു ഓൾ.